ഹായ്, വെൽക്കം ബാക്ക് ടു PSC സ്മാർട്ട് സ്റ്റഡി. എൻ്റെ ശബ്ദത്തിന് കുറച്ച് പ്രശ്നമുണ്ട്, അപ്പോൾ കുറച്ചെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ PSC ചോദിക്കുന്ന കുറച്ച് ഹോട്ട് ടോപ്പിക്സുകളെല്ലാം നമ്മൾ മുന്നേയുള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഹോട്ട് ടോപ്പിക്സിനുള്ളിൽ തന്നെ ഷുവർ ഷോർട്ടായിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകൾ കൂടി ഉണ്ട്. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഷുവർ ഷോർട്ട് മിനി ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം 2021 മുതലുള്ള നമ്മുടെ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ റിപ്പീറ്റായിട്ടും PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിത് ടോപ്പിക്കുകൾ മാത്രം പറഞ്ഞ് പോവുമല്ല, അത് ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ അത് ഡീറ്റെയിൽ ചെയ്തിട്ട് നമുക്കൊന്ന് ഒരുമിച്ചിരുന്ന് പഠിക്കാം എന്നുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. ഇതിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ആ ഒരു ടോപ്പിക്കുകൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ചിലരെന്നോട് ചോദിച്ചു, ഇതിൻ്റെ ടെക്സ്റ്റ് ഈ റാങ്ക് ഫയലൊന്ന് വായിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ സമയപരിമിതി കൊണ്ടാണ്. ഇപ്പോൾ വായിക്കാനാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കമ്പൈൻഡ് സ്റ്റഡി നടത്തുന്ന സമയത്ത് നമുക്ക് തമ്മിൽ വായിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് വീഡിയോ പിടിക്കുകയും അത് എഡിറ്റ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യുന്ന സമയം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സമയം പോകുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം, ഇനി അത് വായിക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന മിനി ടോപ്പിക്കുകളെല്ലാം തന്നെ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പഠിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുക. നമുക്ക് ടോപ്പിക്കുകൾ നോക്കാം. ഫസ്റ്റ് നമ്മൾ കേരള ചരിത്രത്തിലെ തിരുവിതാംകൂർ ചരിത്രമാണ് പറയുന്നത്. പിന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുണ്ട്, അത് നല്ല രീതിയിൽ പഠിക്കുക. കേരള കലാപങ്ങളും പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയുണ്ട്. ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ്. പിന്നെ വട്ടമേശ സമ്മേളനങ്ങളും ക്വിറ്റ് ഇന്ത്യ സമരം, ഫ്രഞ്ച് വിപ്ലവം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ UN അന്താരാഷ്ട്ര സംഘടനകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ജോഗ്രഫിയിൽ മസ്റ്റായിട്ട് പഠിക്കുന്ന ടോപ്പിക്കുകളാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുക. ഇന്ത്യൻ ജോഗ്രഫിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ കേരള ജോഗ്രഫിയിൽ കുറച്ച് ടോപ്പിക്കുകളെന്ന് വെച്ചാൽ നിങ്ങൾ റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ പഞ്ചവത്സര പദ്ധതികളും ഉൽപ്പാദന മേഖലകൾ, RBI അത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ ടാക്സ്, GST, പിന്നെ ഇന്ത്യൻ സിവിൽ സർവീസ്, അതുപോലെ ആർട്ടിക്കിൾസും അതിൻ്റെ അമെൻമെൻറ്റ്സും ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ നോക്കേണ്ടത്. IT സൈബർ ലോയും നെറ്റ്വർക്ക്സും സൈബർ കുറ്റകൃത്യങ്ങൾ നോക്കുക. പിന്നെ ആർട്സ്, സ്പോർട്സിനകത്തൊക്കെ എല്ലാം നമ്മൾ കറണ്ട് അഫയേഴ്സിന് മുൻതൂക്കം കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. എൻ്റെ ഒരു ചെറിയൊരു സ്റ്റഡി ബ്ലോഗ് കൂടി ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് പഠിച്ചതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രധാന നദികൾ അവയുടെ നീളവുമാണ്. അപ്പോൾ എനിക്കിത് എപ്പോഴും മറന്നു പോകും അല്ലെങ്കിൽ തിരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ ഡെയിലി പഠിക്കുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. പലപ്പോഴും ഞാൻ ചെറിയ സ്റ്റിക്കി നോട്ട് പോലെയൊക്കെ എഴുതി വെച്ചെങ്കിലും ഓരോരുത്തർക്കും ഓരോരോ മെത്തേഡിലാണ് പഠിക്കാനായിട്ട് ഓർക്കുക. കാരണം ഞാൻ സ്റ്റിക്കി നോട്ട് ചെയ്ത് വെക്കുന്നത് ചിലപ്പോൾ അവിടെ തന്നെ ഇരിക്കും. ഞാൻ കണ്ടാലും അതെനിക്ക് നല്ല രീതിയിൽ എനിക്ക് പ്രയോജനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെയൊക്കെ സ്റ്റിക്കി നോട്ട് ഒട്ടിച്ച് വെക്കാനൊക്കെ ഉള്ളൊരു മടിയുണ്ട്. അതിന് ഞാൻ ചില കോഡുകളിലൂടെയാണ് കൂടുതലും പഠിക്കുന്നത്. അപ്പോൾ ഈ കേരളത്തിലെ ചുരങ്ങളെല്ലാം തന്നെ ഞാൻ കോഡുകളിലൂടെയാണ് പഠിച്ചു വച്ചേക്കുന്നത്. അങ്ങനെ കോഡുകളിലൂടെ പഠിക്കുന്നത് കൊണ്ട് എനിക്കത് ഓർത്ത് വെക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ ഈ നദികളുടെ നീളം എനിക്ക് എന്താണെന്നറിയില്ല, അങ്ങോട്ട് അങ്ങ് ക്ലിയർ ആകുന്നില്ല എനിക്ക്. അപ്പോൾ ഞാനിത് റിപ്പീറ്റായിട്ട് എനിക്ക് പഠിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഞാനത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാറുണ്ട്. നമ്മൾ എപ്പോഴും കൺസിസ്റ്റൻ്റായിട്ട് പഠിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന കാര്യത്തിനൊരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 2 ദിവസം പഠിച്ചു പിന്നെ ഒരു 5 ദിവസത്തേക്ക് നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളൊന്നത് മടി പിടിക്കും. പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു. അപ്പോൾ തന്നെ നമുക്ക് തോന്നും നമുക്കിനി കിട്ടില്ല, ഇനി നമുക്ക് പഠിച്ചിട്ടൊരു പ്രയോജനമില്ല എന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ടാകുന്നത് നമുക്കൊരു കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പം മാക്സിമം നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ പിന്നെ വർക്കൗട്ട് ചെയ്യാനും കൂടി ശ്രമിക്കണം. കാരണം ഒരുപാട് എക്സാമുകളിൽ നമുക്ക് പരാജയപ്പെടാനുള്ളൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്കൊരു പ്രാക്ടീസ് ഇല്ലായ്മ കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഞാൻ വിന്നറായവരുടെ ആ ഒരു സ്റ്റഡി പാറ്റേണും അവരുടെ ഒരു സ്ട്രാറ്റജിയൊക്കെ ഫോളോ ചെയ്യാറുണ്ട്.
എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്ത ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും അവർക്ക് വിന്നറാവാനുണ്ട്. കാരണം നമ്മളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരിക്കും അത്. അവർ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ കൺസിസ്റ്റൻസി ആയിരിക്കും. അത് ഒരുവിധം എല്ലാ വിന്നേഴ്സും പറയുന്നൊരു കാര്യമാണ്. അവർ കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്നു കുറച്ച് കാര്യങ്ങൾ മാത്രമായിരുന്നു പഠിച്ചു. അത് നല്ല ഡീപ്പായിട്ട് പഠിക്കുകയും ചെയ്തു. പിന്നെ സബ്ജക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. അതായത് മലയാളം, ഇംഗ്ലീഷും മാത്സിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡെയിലി അത് വർക്കൗട്ട് ചെയ്യാനായിട്ട് അവർ സമയം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ +2 എക്സാമിൻ്റെ ടൈമിലൊക്കെ നമ്മൾ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതേ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഒരു എക്സാം ഫോളോ ചെയ്യേണ്ടത്. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാവേ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം റിട്ടുകളെ പറ്റിയാണ്. മൗലിക അവകാശ ലംഘനങ്ങൾ നടത്തുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടെന്ന് പറയുന്നത്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടനാണ്. അത് മുൻവർഷ ചോദ്യമാണ്. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഹൈക്കോടതിക്ക് മാത്രമാണ് ഉള്ളത്. ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 32ഉം റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി ഹൈക്കോടതി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 226ഉമാണ്. ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള പ്രശ്നപരിഹാരത്തിന് സുപ്രീം കോടതിയെ സമീപിച്ചാൽ അത് നിരസിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല. എന്നാൽ ആർട്ടിക്കിൾ 226 പ്രകാരമുള്ളൊരു പ്രശ്നപരിഹാരത്തിന് ഹൈക്കോടതിയെ സമീപിച്ചാൽ അത് നിരസിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന 5 റിട്ടുകളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം അത് മുൻവർഷ ചോദ്യങ്ങളിൽ പെട്ടതാണ് കേട്ടോ. ഫസ്റ്റ് എന്ന് വെച്ചത് ഹേബിയസ് കോർപ്പസ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷണം എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക, നിങ്ങൾ ശരീരം ഏറ്റെടുക്കാം എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിൻ്റെ അർത്ഥം. നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വെച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രനാക്കി കോടതി മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണിത്. അടുത്ത മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിനർത്ഥം നാം കൽപ്പിക്കുന്നു, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നാണ്. ഏതെങ്കിലും ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന വ്യക്തി അദ്ദേഹം ചെയ്യേണ്ട നിയമപരമായ കർത്തവ്യം നിർവഹിക്കാതിരിക്കുകയാണെങ്കിലോ അങ്ങനെ ചെയ്യുന്ന പക്ഷം അത് മറ്റൊരു വ്യക്തിയുടെ മൗലിക അവകാശത്തെ പ്രതികൂലമായി ബാധിക്കുകയാണെങ്കിലോ അത് ആണ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. നിയുക്തമായ ചുമതല നിർവഹിക്കുന്ന എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതിക്കെതിരെയോ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർക്കെതിരെയോ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ലെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 361. ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പ്രൊഹിബിഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തടയുക എന്നാണ്. താഴെത്തട്ടിലുള്ള കോടതികളോട് അതിന് അപ്പുറത്തുള്ള കേസ് എടുക്കണ്ടെന്ന് പറയുന്ന സുപ്രീം കോടതി ഹൈക്കോടതി പറയുന്ന ഒരിതാണ് ഇതിനുള്ളിൽ വരുന്നത്. അടുത്ത് സെർഷ്യാറിയാണ്. സെർഷ്യാറി എന്ന ലാറ്റിൻ വാക്കിനർത്ഥം സാക്ഷ്യപ്പെടുത്തുക എന്നാണ്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ്. നിയമം വളച്ചൊടിക്കുകയോ അധികാരപരിധി ലംഘിക്കുകയോ ചെയ്യുന്ന വിചാരണയ്ക്കായി കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ കഴിയും. പ്രൊഹിബിഷൻ മുൻകൂട്ടിയുള്ള നിരോധനമാണെങ്കിൽ സെർഷ്യാറി ഒരു നിരോധനവും ഒരു പരിഹാരക്രിയയുമാണ്. അടുത്ത കോവാറൻറ്റോ ആണ്. എന്ത് അധികാരം എന്നാണ് കോവാറൻറ്റോ എന്ന വാക്കിനർത്ഥം. എന്തെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിലിരിക്കാൻ യോഗ്യതയില്ലാത്ത ആളാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് ആണെന്ന് ബോധ്യപ്പെടുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന ഒരു ഉത്തരവാണ് കോവാറൻറ്റോ. ഈ ഉത്തരവാദിത്തത്തിലൂടെ ഔദ്യോഗിക സ്ഥാനത്ത് പ്രസ്തുത വ്യക്തിയെ ഒരു കാരണവശാലും തുടരാൻ അനുവദിക്കാതെ നീക്കം ചെയ്യുന്നു. ഈ നമ്മുടെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് എന്ന് പറയുന്നത് കോവാറൻറ്റോയാണ്. അടുത്ത നമുക്ക് IT കുറച്ച് വാക്കുകൾ പഠിക്കാവേ. OMR എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. OCR ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. QR കോഡ് ക്വിക്ക് റെസ്പോൺസ് കോഡ്. LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. CRT കാഥോഡ് റേ ട്യൂബ്. TFT ടിൻ ഫിലിം ട്രാൻസിസ്റ്റർ. ഇത് LED മുന്നേ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ നമുക്കിനി ഇന്ത്യയിലെ പ്രധാന ചുരങ്ങളെന്ന് നോക്കാം. ഇതിൽ ചുരങ്ങളും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുമാണ് ഞങ്ങൾ പറയുന്നത്. ചുരങ്ങൾ ലിപുലേഖ് ചുരം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണുള്ളത്. ബാരാചല ചുരം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലും. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിലാണ്. മുൻവർഷ ചോദ്യമാണ്. റോഹ്താങ് ചുരം ഹിമാചൽ പ്രദേശിലാണ്. നാഥുല ചുരം എന്ന് പറയുന്നത് സിക്കിമിലാണ്. മുൻവർഷ ചോദ്യമാണ്. ജലപ്ല എന്ന് പറയുന്നത് സിക്കിമിലാണ്. ബോഡില അരുണാചൽ പ്രദേശിലാണ്. അസർഗഡ് മധ്യപ്രദേശിലും തൽഘട്ട് മഹാരാഷ്ട്രയിലുമാണുള്ളത്. അതുപോലെ തന്നെ ബോർഘട്ട് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണുള്ളത്.
ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അടുത്തിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തായിരുന്നേ. ആളിന് ഡിഗ്രി പ്രിലിമിനറി 1-2 തവണ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷേ മെയിൻസ് ഫെയിലായി പോകുമായിരുന്നു. അപ്പോൾ അവളുടെ ഒരു സ്ട്രാറ്റജിയും എങ്ങനെയാണ് ആ ഒരു ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയത് എന്നുള്ളതും അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ വീഡിയോ പിടിക്കാനായിട്ട് സമ്മതിച്ചിട്ടില്ല. അവൾ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയും കുറച്ച് ടിപ്സും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഞാനത് ഉടനെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ.